പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹ. ഉയർത്തി വീശി കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തീരുമാനമെടുത്ത് എഴുന്നേറ്റ് നിൽക്കട്ടെ. പാപത്തോട് വിട പറയാനുള്ള തീരുമാനം. പാപത്തോട് വിട പറയാൻ തീരുമാനമെടുത്ത് എഴുന്നേറ്റ് നിന്നാൽ പിന്നെ നീ വീണു പോകാൻ നിന്റെ കർത്താവ് അനുവദിക്കില്ല. പാപത്തോട് വിട പറയാൻ തീരുമാനമെടുത്ത് ഒരുവൻ എഴുന്നേറ്റ് നിന്നാൽ പിന്നെ അവൻ വീണു പോകാൻ ദൈവം അനുവദിക്കില്ല. ജോബ് 1:10 നമ്മൾ വായിച്ചു കേട്ടതല്ലേ? ജോബിനും അവൻ്റെ സമ്പത്തിനും അവൻ്റെ കുടുംബത്തിനും വസ്തുവകകൾക്കും ചുറ്റും ദൈവം വേലി കെട്ടി സംരക്ഷണം നൽകി. കാരണം അവൻ ദൈവഭയമുള്ളവനായിരുന്നു, കാരണം അവൻ നീതിമാനായിരുന്നു, കാരണം അവൻ നിഷ്കളങ്കനായിരുന്നു, കാരണം അവൻ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നവനായിരുന്നു. ദൈവം അവനെ സംരക്ഷിച്ചു. നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവ് അവൻ്റെ സംരക്ഷണത്തിൽ കാത്തുകൊള്ളുമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. പിന്നെന്തേ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇതുപോലെ തകർച്ചകളും അനർത്ഥങ്ങളും അസ്വസ്ഥതകളും അസമാധാനവും ഒക്കെ നടക്കുന്നു? എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കേണ്ടത്, ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകേണ്ടത്? എവിടെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ ഒരു വിശുദ്ധീകരണം നടക്കേണ്ടത്? കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഈശോ നമ്മളോട് പറയുന്നേ, നമ്മൾ ആരുടെയും പുറകെ പോകണ്ട. കർത്താവ് നമ്മുടെ കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചില്ലേ? ആത്മാവിലൂടെ നമ്മളോട് സംസാരിക്കുന്നില്ലേ? കർത്താവ് നമ്മളോട് പറയും, മോനെ ഇതാണ് വഴി, ഇതിലെ പോകുക. യെശയ്യാ 30:21 വചനത്തിൽ നാം വായിക്കുന്നില്ലേ? നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോകുക. അങ്ങനെ നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കും. ഇത് കേട്ടൊരു കുടുംബം മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിന്റെ വഴികൾ വചനം പറയുന്ന പോലെ സുസ്ഥിരമായിരിക്കും. അസമാധാനമുള്ള കുടുംബങ്ങൾ ഇതിനകത്തുണ്ടാകാം. കലഹം, എപ്പോഴും കലഹമുള്ള കുടുംബങ്ങൾ ഇതിനകത്തുണ്ടാകാം. എന്ത് ചെയ്താലും ഫലമണിയാത്തൊരവസ്ഥ, എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടവും പരാജയവും തന്നെ. ഒരു ഗതി അധോഗതി, ഇങ്ങനെ മുഴുവൻ സമയം അധോഗതിയിലായിരിക്കുന്ന കുടുംബങ്ങൾ, ഒരു ഗതിയില്ലാത്ത അവസ്ഥ. ഒത്തിരി പേര് കുടുംബത്തിൽ അധ്വാനിക്കുന്നുണ്ടെങ്കിലും ഒന്നും ബാക്കി വെക്കാൻ പറ്റണില്ല. 1 രൂപ മാസാവസാനം വരെ ബാക്കിയില്ലാത്ത അവസ്ഥ. ഒന്നും പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥകൾ. ജോലിയാകട്ടെ, പഠനമാകട്ടെ, ഒരു മേഖലയും പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ കുടുംബങ്ങളിലുണ്ടാകാം. ചില വിവാഹ മോചനങ്ങൾ കുടുംബത്തിലുണ്ടാകാം. പാരമ്പര്യ രോഗങ്ങളുണ്ടാകാം. ഇതിൻ്റെ ഒക്കെ പിന്നിൽ എവിടെയെങ്കിലും പാപത്തിൻ്റെ കണക്കുണ്ടെങ്കിൽ മക്കളെ, അത് ഏറ്റു പറഞ്ഞാൽ അത്ഭുതകരമായ വിടുതലുണ്ടാകും. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, കർത്താവ് അടച്ചാൽ അത് ആർക്ക് തുറക്കാൻ പറ്റും, കർത്താവ് തുറന്നാൽ അത് ആർക്ക് അടയ്ക്കാൻ പറ്റും? ചിലതൊക്കെ കർത്താവ് അടച്ചു കളഞ്ഞു നമ്മുടെ പാപം മൂലം. അതിനെ നമ്മൾ അനുദപിച്ചേറ്റു പറഞ്ഞാലല്ലാതെ തുറന്നു കിട്ടില്ല. ഏതെല്ലാം മേഖലകളിൽ തടസ്സങ്ങളുണ്ടോ അതെല്ലാം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. വർഷങ്ങളായിട്ട് നോക്കിയിട്ട് വിൽക്കാൻ പറ്റാതെ കിടക്കുന്ന പറമ്പ്, ഭവനം, മറ്റു പല മേഖലകളിൽ അനുഗ്രഹത്തിലൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടോ? കർത്താവിനോട് പറ.
എവിടെയെങ്കിലും നമ്മുടെ അഹങ്കാരത്തിൻ്റെ കെട്ടുണ്ടായിരുന്നോ? സ്വാർത്ഥതയുടെ തീരുമാനങ്ങളുണ്ടായിരുന്നോ? ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വിപരീതമായ പാപങ്ങളിലേക്ക് നമ്മൾ ഇന്നലകളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടും ആസക്തികൾക്ക് അടിമപ്പെട്ടും കലുഷിതമായി പോയൊരു മനസ്സിൻ്റെ ഉടമയായിട്ടാണോ കടന്നുപോയേ? വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് ദുർമാതൃക ഇന്നലകളിൽ നൽകിയിട്ടുണ്ടോ? അപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയും കാറ്റഗീസും പോലും വേണ്ടെന്ന് വെച്ച് മറ്റു പല പരിപാടികൾക്കുമായിട്ട് നമ്മൾ പോയിട്ടുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ ഭവനങ്ങളിൽ കുടുംബത്തിൽ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അനർത്ഥം നമ്മൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണതൊക്കെ. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ കുടുംബങ്ങളിൽ കൊടുക്കണം. സന്ധ്യാപ്രാർത്ഥന അന്യം നിന്ന് പോയ കുടുംബങ്ങളുണ്ടോ? പ്രാർത്ഥിക്കും മക്കളെ, കണ്ണുനീരോട് പ്രാർത്ഥിക്ക് അതൊന്ന് പുനഃസ്ഥാപിക്കാനായിട്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസാന്നിധ്യം ഉണ്ടാകുന്നത്? സായാഹ്നങ്ങളിൽ കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് ദൈവം ഇറങ്ങി നടക്കുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇല്ലെങ്കിൽ ദൈവം എങ്ങനെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇറങ്ങി നടക്കും? നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഒരു ഉത്തരവുണ്ടാവും, ഒരു പരിഹാരം ഉണ്ടാവും? അതിങ്ങനെ തുടരുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ ഇല്ലാത്ത കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബാംഗങ്ങൾ ഒരുമിച്ച്, കുടുംബനാഥനും കുടുംബനാഥയും മക്കളൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കാത്ത ഒരു അന്തരീക്ഷം കുടുംബത്തിലുണ്ടെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. അറിഞ്ഞുകൊണ്ട് ദൈവനിഷേധത്തിൻ്റെ തീരുമാനങ്ങൾ കുടുംബത്തിൽ കുടുംബാംഗങ്ങളിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടി മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരൊക്കെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. ജോലി മേഖലയിൽ തടസ്സങ്ങളുള്ള എല്ലാ മക്കളും ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. പഠന മേഖലയിൽ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കട്ടെ. പരീക്ഷകൾ പലവട്ടം എഴുതിയിട്ട് പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. വിദേശ യാത്രകളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടു പോയവർ പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങളുണ്ടാകാൻ തടസ്സങ്ങളുള്ളവർ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. വരുമാന മാർഗങ്ങൾ ഏതെങ്കിലുമൊക്കെ തടസ്സപ്പെട്ടു പോയോ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ കരുണ ഈ വിഷയങ്ങളിലൊക്കെ ഒഴുകും. നമ്മൾ മൂലം, നമ്മുടെ കുടുംബാംഗങ്ങൾ മൂലം, മാതാപിതാക്കൾ മൂലമൊക്കെ വന്നുപോയിട്ടുള്ള ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ആ മേഖലകൾ ഏറ്റുപറയാൻ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി മക്കളെ നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവ് കരുണ കാണിച്ചാലല്ലാതെ ചില മേഖലകളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി കർത്താവ് കരുണ കാണിക്കണമെങ്കിൽ നമ്മളിലുള്ള കുടുംബത്തിലുള്ള പാപം അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ട്, കുമ്പസാരിക്കേണ്ടതുണ്ട്, ഏറ്റുപറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:9 വചനം പറയും, നാം പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നീതിമാനും വിശ്വസ്തനുമാകയാൽ സകല പാപങ്ങളിൽ നിന്നും അവിടുന്ന് നമ്മെ ശുദ്ധീകരിക്കും. കർത്താവ് നമ്മളോട് ക്ഷമിക്കും. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് വിശുദ്ധീകരിക്കപ്പെടേണ്ട ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ഇന്ന് പക്ഷേ ആത്മാർത്ഥമായിട്ട് തമ്പുരാനുവിൽ തീരുമാനമെടുത്ത് വിശുദ്ധീകരണത്തിന് വേണ്ടി ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കരുണാമയനേ, കരുണാമയനേ, കരുണാമയനേ. അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയില്ലൻ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. കരുണാമയനേ, കരുണാമയനേ. അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയില്ലൻ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. നിന്ദയെന്നും ജീവനാണേ, എൻ ഭയമെല്ലാം മാഞ്ഞു പോയി. നീ അടിച്ചാലും ആർദ്രമാണേ യേശുവേ,
കരുണാമയനേ യേശുവേ ഈശോയെ കരുണാമയനേ. കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഹൃദയം കൊണ്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ തീരുമാനം കൊണ്ട് മാത്രം എൻ്റെ കുടുംബത്തിൻ്റെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ആ മേഖലകൾ നമ്മൾ അനുദപിച്ചാൽ തീർന്നാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. 2 കൊരിന്ത്യർ 5:10 വചനം പറയുന്നില്ലേ, നാം ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് അവൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ഒരു നാൾ ആര് തന്നെയായാലും വരണം. എബ്രായർക്കെഴുതിയ ലേഖനം 9:27 നാം വായിക്കുന്നില്ലേ, മനുഷ്യൻ മരിക്കണമെന്നാണ് ആദിയിലേ ഉള്ള നിയമം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിധിയുടെ സമയം. മരണം വരെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാൻ പറ്റും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിധിയുടെ സമയം എന്ന് പറഞ്ഞാൽ നാം ശാരീരികത ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ ഇവൻ്റെ മുമ്പിൽ വരുന്ന സമയം. നമ്മുടെ ഇന്നലകൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട സമയമുണ്ട്. പക്ഷെ കർത്താവിൻ്റെ കാരുണ്യത്തിന് മരണം വരെ നമുക്ക് അവകാശമുണ്ട്, നമുക്ക് യാചിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മകൾക്കും തിന്മകൾക്കൊക്കെ പ്രതിഫലം സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. നന്മയ്ക്ക് നന്മയുടെ പ്രതിഫലമുണ്ട്, തിന്മയ്ക്ക് തിന്മയുടെ പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ 5:20 പറയുന്നുണ്ട്, നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കരുത്. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും ഗണിക്കുന്നവന് ദുരിതമെന്നാണ് പറഞ്ഞത്. കയ്പിനെ മധുരമായും മധുരത്തെ കയ്പായും കരുതുന്നവന് ദുരിതം. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ആത്മന കാണുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ ചുറ്റും നീ ഏർപ്പെടുത്തിയ സംരക്ഷണം ഞങ്ങളുടെ പാപം മൂലം തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഇതാ ഞങ്ങൾ പുതുക്കി പണിയാൻ തീരുമാനമെടുക്കുന്നു. ഞങ്ങളുടെ ജീവിതം പുതുക്കി പണിയുന്നു, ഞങ്ങളുടെ കുടുംബങ്ങൾ പുതുക്കി പണിയും നിന്റെ സ്നേഹത്തിൽ. അങ്ങനെ പുതുക്കി പണിയുന്നിടത്ത് കർത്താവിനോട് സ്നേഹത്തിൽ നാം ഒട്ടി നിൽക്കാൻ തുടങ്ങുമ്പോൾ വചനം പറഞ്ഞതുപോലെ നാം സുരക്ഷിതരായിരിക്കും, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാകും. ആ സ്നേഹത്തിൽ ഒട്ടി നിൽക്കാൻ കർത്താവെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഒരിക്കൽ കൂടി നല്ല തീരുമാനങ്ങൾ കർത്താവിനടുത്തെടുക്കാം. നമ്മളിലൂടെ നമ്മുടെ കുടുംബം, ഈ ദേശം ഒക്കെ അനുഗ്രഹിക്കപ്പെടണം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാകാം, ശരിയാണ്, നല്ല ഈ പറയുന്നത്. നമ്മൾ ദൈവത്തെ അറിഞ്ഞവരല്ല എന്നല്ല ഈ പറയുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തെ അറിഞ്ഞവരെ പോലെ ജീവിക്കേണ്ടവരാണ്. നമ്മൾ വിശുദ്ധരുടെ ഗണത്തിൽ പ്രവേശിക്കേണ്ടവരാണ്. ചുമ്മാ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. ഒരു ക്രിസ്ത്യാനി ഉന്നതമായ ലക്ഷ്യമുള്ളവനാണ്. അവൻ വീണ്ടെടുക്കപ്പെട്ടവനാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ. അവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. അതുകൊണ്ട് വിലകെട്ടതിന്റെ പുറകെ പോകാൻ പറ്റില്ല. അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവൻ, അവൻ രാജകീയ പുരോഹിത ഗണമാണ്. ആ അവബോധത്തിലേക്കാണ് നമ്മൾ ഉയർത്തപ്പെടേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ആ ഒരു സ്നേഹത്തിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത് ഏതാനും നിമിഷം കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് എളിമയോടെ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ജോഫിയച്ചൻ്റെ ആത്മീയ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുടുംബങ്ങള്, ഇവിടെ തലമുറകള്, ഈ ദേശം, ദേശവാസികള്, കർത്താവ്, ഈ ദേശത്തിൻ്റെ മേൽ ഉയർന്നു നിൽക്കുന്ന തിന്മകള്, ഇവിടെ കുടുംബങ്ങളിൽ കാലാകാലങ്ങളായി ഇവർ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങള്, ഇവിടെ വരുമാന മാർഗങ്ങള്, ശാരീരിക രോഗങ്ങള്, കുടുംബ തകർച്ചകള്, വിവാഹമോചനങ്ങള്, അസ്വസ്ഥതകള്, അടിമത്തങ്ങള്, ദുശീലങ്ങള്, എല്ലാറ്റിൻ്റെ മേൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന സകല തിന്മയുടെ സ്വാധീനങ്ങളെയും പൈശാചിക ശക്തിയുടെ തെളിഞ്ഞും ഒളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങളെ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ലൂക്കാ 9:1-2 വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിർവീര്യമാക്കും. സർവപാപത്തിന്റെ സ്വാധീന കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ.
അടിഞ്ഞു പോകട്ടെ, അടിഞ്ഞു പോകട്ടെ, അടിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അനുദപിക്കാൻ, ഏറ്റുപറയാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേല് അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ. ഇവരുടെ വരുമാന മാർഗങ്ങൾ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ കുടുംബ ബന്ധങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തന്റെ ജീവൻ കൊടുത്ത് കരങ്ങളടിച്ചു പാടാം. എന്നെ അവൻ വീണ്ടെടുത്തു. എല്ലാവരും കരങ്ങളടിച്ച്. തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. ആമേൻ. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ മരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ മരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ സാത്താനെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുപോകാൻ യേശുവിന്റെ രക്തത്തിൽ ശാസിക്കുന്നു. സാത്താനെ ശാസിക്കുന്നു. എന്നേക്കുമായി അടിഞ്ഞു പോകട്ടെ. എന്നേക്കും വിട്ടുപോകാൻ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേല്, ഈ കുടുംബങ്ങളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന കുടുംബങ്ങള്, കുടുംബ ബന്ധങ്ങള്, ഇവിടെ കുടുംബത്തിൽ നിൽക്കുന്ന അസ്വസ്ഥതകള്, അസമാധാനത്തിന്റെ കെട്ടുകള്, അതിന്റെ അടിസ്ഥാന കാരണങ്ങള് യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു പോകട്ടെ. പാരമ്പര്യ രോഗത്തിന്റെ കെട്ടുകള് അടിഞ്ഞു പോകട്ടെ. കുടുംബങ്ങളിൽ നിൽക്കുന്ന മാനസിക വൈകല്യങ്ങള്, മാനസിക ആരോഗ്യ കുറവുകള്, മാനസിക വിഭ്രാന്തികള്, കർത്താവേ, ആ മേഖലകളിൽ നിൽക്കുന്ന സകല തിന്മയുടെ അധികാരങ്ങളും യേശുനാമത്തിൽ കീഴടങ്ങട്ടെ. തകർച്ചയുടെ കെട്ടുകൾ അടിഞ്ഞു പോകട്ടെ. അനർത്ഥങ്ങൾ അടിഞ്ഞു പോകട്ടെ. അപകട മരണങ്ങൾ അടിഞ്ഞു പോകട്ടെ. കർത്താവേ, ദുർമരണത്തിന്റെ കെട്ടുകൾ അടിഞ്ഞു പോകട്ടെ. ശാപത്തിന്റെ മുഖങ്ങൾ അടിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു തന്റെ ക്രൂശുമരത്തിൽ കരങ്ങളടിച്ച് ഭാരങ്ങൾ ഏറ്റെടുത്തു. യേശു തന്റെ ക്രൂശുമരത്തിൽ ഭാരങ്ങൾ ഏറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാ പാപത്തിൻ മുഖം തകർത്തു. യേശു തന്റെ മരണത്തിനാ പാപത്തിൻ മുഖം തകർത്തു. പാപത്തിനെന്റെ മേൽ ഉയർത്തിയടിച്ച് തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. പാപത്തിനെന്റെ മേൽ മരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ തകർച്ചയെ ശാസിക്കുന്നു. കുരിശുമരണത്തിന്റെ യോഗ്യത, എല്ലാ തിന്മയുടെ അധികാരം ശാസിക്കുന്നു. 1 യോഹന്നാൻ 3:8-9 വചനത്തിന്റെ ശക്തിയാണ് അടിഞ്ഞു പോകും. രോഗത്തെ ശാസിക്കുന്നു. സകല രോഗത്തിന്റെ കെട്ടുകളെ ശാസിക്കുന്നു. അടിഞ്ഞു പോകട്ടെ, അടിഞ്ഞു പോകട്ടെ. രോഗത്തെ ശാസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. രോഗത്തെ ശാസിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമം അത്ഭുതകരമായ വിടുതലുണ്ട്. രോഗത്തെ ശാസിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾ കുടുംബങ്ങളിൽ സംഭവിക്കും. തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ കുടുംബങ്ങളുടെ മേൽ നീ വാഗ്ദാനം ചെയ്ത ദൈവീക സംരക്ഷണം ഞങ്ങൾ ഉറപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഉറപ്പിക്കുന്നു, യേശുവിന്റെ രക്തത്തിൽ ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലകളിൽ ഏതൊരു ദുർമരണം നടന്നിട്ടുള്ള കുടുംബത്തിൽ, ആ കുടുംബത്തിൽ ആരോ ഒരുതരം നിരാശയിലേക്ക്, ഡിപ്രഷനിലേക്കൊക്കെ പെട്ടെന്ന് വീണുപോകുന്ന ഒരവസ്ഥ കർത്താവ് കാണുന്നുണ്ട്. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൽ നിന്നും ദുർമരണത്തിലൂടെ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിലൂടെ നിൽക്കുന്ന ആ നിരാശയുടെ ആ സ്പിരിറ്റ്, ആ രൂപിയെ പരിശുദ്ധാത്മാവ് വിടുതൽ നൽകി മനസ്സിന് വലിയ സൗഖ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. വായ തുറന്നാൽ തെറി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്ന ഒരു വ്യക്തിയെ ആ തെറി പറയുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകി കഴിഞ്ഞതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറഞ്ഞ ആ വിടുതൽ സ്വന്തമാക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഏകദേശം 31 വയസ്സ് പ്രായമുള്ള ഒരു മകൻ്റെ വിവാഹത്തിൻ്റെ മേഖലയുണ്ടായിരിക്കുന്ന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിച്ച് കഴിഞ്ഞതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തിൽ അനുഗ്രഹവും വിടുതലും ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്വർണം പണയം വെച്ചിട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്ത സങ്കടം, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വരുമാന മാർഗത്തെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. മദ്യപാനിയായ ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. തുടർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു വിടുതൽ ആ മകനിൽ സംഭവിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മകൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഒരു തരം അടിമത്തം, നിരന്തരം മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ഒരവസ്ഥയിലായിരിക്കുന്ന ഒരു മകനെ ഓർത്ത് ഒത്തിരി വേദനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ആത്മഹത്യാ പ്രവണതയുള്ള 4 മക്കളെ കർത്താവ് ഈ കൂട്ടായ്മയിൽ മനസ്സിൻ്റെ ആ അവസ്ഥയിൽ നിന്നും വിടുതൽ നൽകി കഴിഞ്ഞതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. പുതിയൊരു വാഹനം മേടിക്കാനായിട്ട് കുറച്ച് നാളുകളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു പറമ്പിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തടസ്സം നേരിട്ട് കൊണ്ടിരുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുകയും ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖല കർത്താവ് കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്കിന്നുമായി ബന്ധപ്പെട്ട സ്കിന്നിൻ്റെ അലർജിയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ശരീരം ഇങ്ങനെ തടിച്ചു പൊങ്ങുന്നത് പോലെ അവസ്ഥ ഉണ്ടായിരുന്ന ഒരു അലർജി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഏതൊരു പരീക്ഷയുമായി ബന്ധപ്പെട്ടൊരു അമിത ഭയം ഉള്ളിലുള്ള ഒരു വ്യക്തിയെയും കർത്താവ് ഈ കൂട്ടായ്മയിൽ ആ ഭയത്തിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്.
കരങ്ങൾ ഈശോയിലേക്ക് തുറന്ന് നീട്ടിപ്പിടിച്ച് ഈശോ നമ്മെ ആശീർവദിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയാണ് നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. ആ വിശ്വാസത്തോടെ നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.